ശബരിമല കട്ടിളപ്പാളി കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക പാളി കേസിൽ നേരത്തെ കോടതി ജാമ്യം നൽകിയിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി പുറത്തേക്ക് 2 കേസിലും ജാമ്യം കിട്ടിയതോടുകൂടിയാണ് ജയിൽ മോചിതനാകുന്നത്. തീർച്ചയായും അമ്പിളി, അങ്ങനെ തന്നെയാണ്. SIT കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വരുത്തിയ ഒരു വീഴ്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ഈ ഒരു വീഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതികൾ ഓരോന്നായി ജാമ്യം ലഭിച്ച്, അത് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നു. അതിൽ കൃത്യമായ വാദം കേട്ടു. സ്വാഭാവികമായ ഒരു ജാമ്യ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം SIT 90 ദിവസം കഴിഞ്ഞിട്ടും ഈ പ്രതികൾക്ക് ആർക്കും തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി, കേസിലെ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ജാമ്യം ലഭിച്ചതോടുകൂടി കേസിൽ ഇതുവരെ 4 പ്രതികൾ ജയിൽ നിന്നും പുറത്തേക്ക്. മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന, ഒപ്പം തന്നെ ശ്രീകുമാർ, സുധീഷ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇങ്ങനെ 4 പേരാണ് ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും SIT സംഘം കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ ഒരു വീഴ്ച വരുത്തുന്നു എന്ന ആരോപണം പല ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ആ ആരോപണങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയെന്ന് വേണം കരുതാൻ. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർ കൃത്യമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ വരുത്തിയ വീഴ്ച ഹൈക്കോടതി വരെ വിമർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതികൾ പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വഴിയൊരുക്കുന്നു എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ വിമർശനവും ഉണ്ടായിരുന്നു. ഏതായാലും ദ്വാരപാലക ശില്പക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. പിന്നീടുണ്ടായിരുന്നത് കട്ടിളപ്പാളി കേസിലെ ജാമ്യ ഹർജിയായിരുന്നു. അതിൽ ഇന്നലെ വാദം പൂർത്തിയായി. ആ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉപാധികളോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാരെയും സ്വാധീനിക്കാൻ പാടില്ല തുടങ്ങിയ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പോലീസിന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സറണ്ടർ ചെയ്യണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ, കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, അതായത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതികളൊക്കെ, തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലാണ്. ഇവരുടെ ഈ നീക്കം സ്വാഭാവികമായും അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിക്ക് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ജാമ്യം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. സുധീഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 4ാമതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുന്നത്. നമുക്കറിയാം ഈ കേസിലെ മുഖ്യപ്രതിയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടാണ് മറ്റ് അറസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2ാമത് കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ ജാമ്യം തേടിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജനുവരി 21 ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. ഇതോടുകൂടി ഇന്ന് ജയിൽ മോചിതനാകും. ഉപാധികളൊക്കെ ഉണ്ടെങ്കിലും ഒരു മുഖ്യപ്രതി പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഒരു SITയുടെ നീക്കമൊക്കെ? തീർച്ചയായും SIT തുടക്കത്തിൽ, ഈ കേസിന്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വേഗത പിന്നീട് പലപ്പോഴും പല ഘട്ടങ്ങളിലും കുറഞ്ഞു വരുന്നതായി കണ്ടിരുന്നു. കാരണം പലതരത്തിൽ SITയുടെ അന്വേഷണങ്ങളെ വിമർശിച്ചുകൊണ്ട് പലരും രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ നിയമവിദഗ്ധരും ഒക്കെ തന്നെ ഇക്കാര്യങ്ങളിൽ പല വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നു. കാരണം അന്വേഷണങ്ങൾ ചില ആൾക്കാരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു ആക്ഷേപം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതിയിൽ ഒരു വിലയിരുത്തൽ നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ രാഷ്ട്രീയം ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിൽ മോചിതനാകാതിരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഈ SIT പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. സ്വാഭാവിക ജാമ്യത്തിലേക്ക് പ്രതികൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു അവസരം കൊടുക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ പലയിടങ്ങളിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയിപ്പോൾ
പുറത്ത് ഇത്തരത്തിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന മറ്റു പ്രതികൾക്കൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ, അതായത് 90 ദിവസം കഴിഞ്ഞിട്ട് കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിക്കുന്നില്ല SIT, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികരിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറ്റാരോപിതർ മാത്രമാണ് എന്നൊരു രീതിയിലുള്ള ഒരു വാദമാണ് കോടതി മുമ്പാകെ പ്രതിഭാഗങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിലൊന്നും കൃത്യമായ ഒരു തടസ്സം അല്ലെങ്കിൽ പ്രതിഭാഗത്തിനെതിരെ ഒരു വാദം നടത്താൻ പ്രോസിക്യൂഷനും സാധിക്കുന്നില്ല. കാരണം ഈ കുറ്റപത്രം സമർപ്പിച്ചു എങ്കിൽ മാത്രമേ ആ കുറ്റപത്രത്തിൽ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വാദഗതികൾ പ്രോസിക്യൂഷന് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ അവർക്കും സ്വാഭാവികമായ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ ഈ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ സംജാതമായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസിൽ നാളിതുവരെയായി ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ കൊണ്ട് ഒന്ന് മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ജയിലിന് പുറത്തേക്കിറങ്ങുന്നത്. സുധീഷ്, ഈ പ്രധാന പ്രതി പുറത്തേക്ക് ഇറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ നിയമസഭയിലൊക്കെ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുധീഷ് സൂചിപ്പിച്ച പോലെ തന്നെ 90 ദിവസമായിട്ടും ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാനാകാത്ത സാഹചര്യത്തിലാണല്ലോ ഈ ജാമ്യത്തിന് വഴിയൊരുങ്ങുന്നത്. ഏത് രീതിയിലായിരിക്കും, അതായത് SIT അന്വേഷണം ഗുരുതരമായ അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഒരു ഭാഗത്തെ ശക്തമാക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായ പിന്നാലെ തന്നെ ED ഉണ്ട്. ആ രീതിയിലൊക്കെ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? തീർച്ചയായും പ്രതിപക്ഷത്തിന്റെ ആരോപണം അങ്ങനെ തന്നെയാണ്. SIT, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്കിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേസിന്റെ തുടക്കത്തിൽ കാണിച്ച വേഗതയൊന്നും പിന്നീട് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്തൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്ന തരത്തിൽ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള ചില ശ്രമങ്ങളും നടക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ തന്നെ പ്രധാന പ്രതികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ജാമ്യ ഹർജി മുമ്പും ഈ കോടതി മുമ്പാകെ സമർപ്പിച്ചിരുന്നു. അത് സ്വാഭാവിക ജാമ്യ ഹർജിയല്ല, 90 ദിവസത്തിന് ശേഷം വരുന്ന ജാമ്യ ഹർജിയല്ല. അവർ ഈ കുറ്റത്തിൽ ഒന്നും ചേർന്നവരല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ജാമ്യ ഹർജികൾ കൊല്ലം വിജിലൻസ് കോടതി മുമ്പാകെ മുൻപ് തന്നെ സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ ജാമ്യ ഹർജിയൊക്കെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. കാരണം കേസിന്റെ അന്വേഷണം, കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇതൊക്കെ തടസ്സമാകും, ഇവർക്ക് ജാമ്യം നൽകിയാൽ തടസ്സമാകും എന്ന തരത്തിലുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട്, SITയുടെ വാദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരുന്നു കോടതി ആ സമയങ്ങളിലൊന്നും ഈ പ്രതികൾക്ക് ആർക്കും തന്നെ ജാമ്യം നൽകാതിരുന്ന ഒരു സാഹചര്യം. പിന്നീട് ഈ പ്രതികൾ ഓരോരുത്തരായി ഹൈക്കോടതിയിൽ ജാമ്യം ഹർജി സമർപ്പിച്ചു. പക്ഷേ ഹൈക്കോടതിയും ഇവരുടെ ജാമ്യം നിരാകരിച്ചു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് 90 ദിവസം പിന്നിടുമ്പോൾ പ്രതികൾ സ്വാഭാവിക ജാമ്യത്തിലേക്കുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോവുകയും അത്തരത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 4 പ്രതികൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശബരിമല കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കൊല്ലം വിജിലൻസ് കോടതിയാണ് പോറ്റിക്ക് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഇതുവരെ SITക്ക് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ദ്വാരപാലകപ്പാളി കേസിൽ നേരത്തെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിരുന്നു. ജനുവരി 21-നായിരുന്നു ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത്. പിന്നീട് കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതും 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ആ ഒരു ഇളവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ച ശേഷം ഇനി ജയിൽ മോചിതനാകുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും കടക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ.